ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്കും വിസ്മയിപ്പിക്കുന്ന രഹസ്യങ്ങളിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് ദ പെർഫെക്റ്റ് വോളിയം. നമ്മളിന്ന് കാണാൻ പോകുന്നത് കല്ലിൽ കൊത്തിയൊരു മഹാകാവ്യമാണ്. മനുഷ്യൻ തന്റെ ഉളിയും ചുറ്റികയും കൊണ്ട് പ്രകൃതിയെ വെല്ലുവിളിച്ച കഥ. ലോകത്തിലെ ഏറ്റവും വലിയ ഏകശിലാനിർമ്മിതിയായ കൈലാസക്ഷേത്രത്തിന്റെയും യെല്ലോറയിലെ അഗമ്യമായ നിഗൂഢതകളുടെയും കഥ. അറിവിന്റെയും വിസ്മയങ്ങളുടെയും ഈ യാത്രയിലേക്ക് നമുക്ക് കടക്കാം. ഇതാ ദ പെർഫെക്റ്റ് വോളിയം അവതരിപ്പിക്കുന്ന യെല്ലോറയുടെ ആത്മാവ്. നമുക്ക് പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ആധുനിക യന്ത്രങ്ങളൊന്നുമില്ലാതിരുന്ന ആ കാലത്ത് ഒരു കുന്നിനെ തന്നെ ക്ഷേത്രമാക്കി മാറ്റിയ ഈ വിസ്മയം വെറും മനുഷ്യസാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇതിനു പിന്നിൽ നമുക്കറിയാത്ത മറ്റേതെങ്കിലും രഹസ്യമുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യൂ. ഒപ്പം ഇതുപോലുള്ള വിസ്മയങ്ങൾ ഇനിയും കേൾക്കാൻ ദ പെർഫെക്റ്റ് വോളിയം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് യെല്ലോറയുടെ ആഴങ്ങളിലേക്ക് പോകാം. ഭാരതത്തിന്റെ ഹൃദയഭാഗത്ത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിൽ സഹ്യാദ്രി കുന്നുകളുടെ മാറിലായി സ്ഥിതി ചെയ്യുന്ന 34 ഗുഹാക്ഷേത്രങ്ങൾ. ചരിത്രകാരന്മാർ ഇതിനെ യെല്ലോറ എന്ന് വിളിക്കുന്നു. എന്നാൽ കേവലം ഗുഹകൾ എന്ന വാക്കിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും എത്രയോ മുകളിലാണ് ഇവിടത്തെ നിർമ്മിതികൾ. നിങ്ങൾ ആദ്യമായി യെല്ലോറയുടെ മണ്ണിൽ കാലുകുത്തുകയാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നത് ഒരു പാറക്കൂട്ടമല്ല, മറിച്ച് മനുഷ്യന്റെ ചിന്തകൾക്കും ഭാവനയ്ക്കും അപ്പുറത്തുള്ള ഒരു മഹാവിസ്മയമാണ്. 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് 1500ഓളം വർഷങ്ങൾക്ക് മുൻപ്, ഇന്നത്തെ പോലെയുള്ള അത്യാധുനിക യന്ത്രസാമഗ്രികളോ ക്രെയിനുകളോ ഒന്നുമില്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഒരു ജനത ഈ മഹാവിസ്മയം തീർത്തത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യെല്ലോറ. നമുക്ക് ഗുഹകളിലൂടെ ഒന്ന് നടക്കാം. തുടക്കത്തിൽ നിങ്ങൾ കാണുന്നത് ബുദ്ധമത ഗുഹകളാണ്. ഏതാണ്ട് AD 400കളിൽ പണി തുടങ്ങിയ 12 ഗുഹകൾ. ഇതിൽ 10-ാം നമ്പർ ഗുഹയായ വിശ്വകർമ്മ ഗുഹ ശരിക്കുമൊരത്ഭുതമാണ്. ഇതൊരു കൂറ്റൻ പ്രാർത്ഥനാ ഹാളാണ്. ഇതിന്റെ മേൽക്കൂരയിലേക്കൊന്ന് നോക്കൂ. കല്ലുകൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും മരത്തിന്റെ തടികൾ ഉറപ്പിച്ചു നിർത്തിയതുപോലെ തോന്നിപ്പിക്കുന്ന അതിസങ്കീർണമായ കൊത്തുപണികൾ അവിടെ കാണാം. ബുദ്ധമതത്തിന്റെ ശാന്തതയിൽ നിന്ന് നാം നടന്നു നീങ്ങുന്നത് ഹൈന്ദവ കലയുടെ പ്രതാപത്തിലേക്കാണ്. 16-ാം നമ്പർ ഗുഹ, കൈലാസനാഥ ക്ഷേത്രം. ഇവിടെയാണ് ലോകം തരിച്ചു നിന്നുപോകുന്നത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലൊരു കഥയുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട രാജാവായിരുന്ന കൃഷ്ണ ഒന്നാമന്റെ ഭാര്യ തന്റെ ഭർത്താവിന്റെ ആരോഗ്യത്തിനായി ഒരു നേർച്ച നേർന്നു. രോഗം ഭേദമായാൽ ഒരു മഹാക്ഷേത്രം പണിയുമെന്നും ആ ക്ഷേത്രത്തിന്റെ ഗോപുരം കാണുന്നതുവരെ താൻ ഉപവാസമെടുക്കുമെന്നും അവർ പ്രതിജ്ഞ ചെയ്തു. എന്നാൽ പാരമ്പര്യ രീതിയിൽ താഴെ നിന്ന് മുകളിലേക്ക് ക്ഷേത്രം പണിയുകയാണെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ എടുത്താലേ ഗോപുരം പൂർത്തിയാകൂ. രാജ്ഞിക്ക് അത്രയും കാലം ഉപവസിക്കാൻ കഴിയില്ല. അപ്പോൾ കൊക്കാസ എന്ന പ്രഗത്ഭനായ ശില്പി ഒരു വഴി കണ്ടെത്തി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ക്ഷേത്രം മുകളിൽ നിന്ന് താഴേക്ക് പണിയാം. അങ്ങനെ 7 ദിവസത്തിനുള്ളിൽ ആ കൂറ്റൻ മലയുടെ മുകൾ ഭാഗം കൊത്തിമിനുക്കി അദ്ദേഹം ക്ഷേത്രത്തിന്റെ ഗോപുരം പൂർത്തിയാക്കി. രാജ്ഞിക്ക് തന്റെ ഉപവാസം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ഇതൊരു ഐതിഹ്യമായിരിക്കാം, പക്ഷേ എഞ്ചിനീയറിംഗ് വശത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു അസാധ്യമായ കാര്യമാണ്. സാധാരണ ഏതൊരു ശില്പിയും ഒരു കല്ലെടുത്ത് അതിൽ നിന്ന് അനാവശ്യ ഭാഗങ്ങൾ ചെത്തിമാറ്റി ഒരു വിഗ്രഹം പുറത്തെടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ ആ ശില്പി ചെയ്തത് ഒരു കുന്നിനെ തന്നെ അത്തരത്തിൽ കണ്ടു എന്നതാണ്. 100 അടി ഉയരവും 200 അടി വീതിയുമുള്ള ആ മഹാക്ഷേത്രം ആ കുന്നിന്റെ ഭാഗമായിരുന്നു. മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയിറങ്ങുമ്പോൾ ഒരു തൂണോ ഒരു വിഗ്രഹമോ പിഴച്ചുപോയാൽ അത് മാറ്റിവെക്കാൻ മറ്റൊരു കല്ലവിടെ ഉണ്ടാകില്ല. ഒരു ചെറിയ പിഴവ് മതി ആ വർഷങ്ങളുടെ കഠിനാധ്വാനം വിഫലമാകാൻ. ഇത്രയും സങ്കീർണമായ ഒരു ഡിസൈൻ എങ്ങനെ അവർക്ക് പാറയ്ക്കുള്ളിൽ വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഇന്നും ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്നു. 4 ലക്ഷം ടൺ പാറയാണ് വെട്ടിമാറ്റിയത്. ആലോചിച്ചു നോക്കൂ. വലിപ്പമേറിയ ഒരു ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് പാറയിൽ സുഷിരങ്ങളുണ്ടാക്കി അതിൽ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ അടിച്ചുകയറ്റും. എന്നിട്ട് അതിൽ വെള്ളമൊഴിക്കും. വെള്ളം കുടിച്ച് ആ മരക്കഷ്ണങ്ങൾ വീർക്കുമ്പോൾ പാറയിൽ വിള്ളലുണ്ടാകും. അങ്ങനെയാണ്
ഭീമാകാരന്മാരായ പാറക്കഷ്ണങ്ങൾ അവർ അടർത്തിമാറ്റിയത്. എന്നാൽ വിസ്മയിപ്പിക്കുന്ന കാര്യം ഇതാണ്: വെട്ടിമാറ്റിയ ഈ ലക്ഷക്കണക്കിനു ടൺ അവശിഷ്ടങ്ങൾ എവിടെ പോയി? എല്ലോറയുടെ മൈലുകളോളം ദൂരത്ത് ഒരിടത്തും ഈ പാറക്കഷ്ണങ്ങൾ കാണാനില്ല. ചിലർ പറയുന്നു അവർ അത് അടുത്തുള്ള അണക്കെട്ടുകൾക്കും മറ്റും ഉപയോഗിച്ചുവെന്ന്. എന്നാൽ അത്രയും വലിയൊരളവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തൃപ്തികരമായ മറുപടിയല്ല. ക്ഷേത്രത്തിന്റെ അടിഭാഗത്തേക്ക് നോക്കിയാൽ ഭീമാകാരന്മാരായ ആനകളെ കാണാം. ആനകൾ തങ്ങളുടെ മുതുകിൽ ക്ഷേത്രത്തെ ചുമലിലേറ്റുന്നതായിട്ടാണ് അവർ ഇതാവിഷ്കരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ ചിത്രങ്ങൾ പോലെ കൊത്തിവച്ചിരിക്കുന്നു. ലങ്കാദഹനം മുതൽ കുരുക്ഷേത്ര യുദ്ധം വരെയുള്ള കഥകൾ ആ കല്ലുകളിൽ ഇന്നും ജീവസുറ്റതായിരിക്കുന്നു. ക്ഷേത്രത്തിനകത്തെ ഡ്രെയിനേജ് സംവിധാനം നോക്കൂ. മഴവെള്ളം പാറയ്ക്കുള്ളിൽ തന്നെ കൊത്തിയുണ്ടാക്കിയ പൈപ്പുകളിലൂടെ സുഗമമായി ഒഴുകിപ്പോകുന്നു. ക്ഷേത്രം പണിയുന്നതിന് മുൻപേ തന്നെ ജലം എങ്ങോട്ടൊഴുകണം എന്ന് ആ ശില്പികൾ തീരുമാനിച്ചിരുന്നു എന്നർത്ഥം. നിഗൂഢതകൾ അവിടെയും അവസാനിക്കുന്നില്ല. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ഈ ക്ഷേത്രം തകർക്കാൻ 5000-ഓളം പടയാളികളെ അയച്ചു. 3 വർഷം അവർ രാപ്പകൽ ശ്രമിച്ചു. എന്നാൽ ക്ഷേത്രത്തിന്റെ പ്രധാന ഘടന തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ചില വിഗ്രഹങ്ങളുടെ മുഖങ്ങളും കൈകളും ഭിന്നമാക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. കല്ലിന്റെ കാഠിന്യമാണോ അതോ ആ നിർമ്മാണത്തിന്റെ ദിവ്യത്വമാണോ അതിനെ സംരക്ഷിച്ചത്? ഇന്നും നമുക്കറിയില്ല. എല്ലോറയിലെ ജൈന ഗുഹകളിലേക്കെത്തുമ്പോൾ കൊത്തുപണികൾ കൂടുതൽ സൂക്ഷ്മമാകുന്നു. എല്ലോറ നമ്മളോട് പറയുന്നത് വെറും കഥകളല്ല, മറിച്ച് നമുക്ക് നഷ്ടപ്പെട്ടുപോയ വിജ്ഞാനത്തിന്റെ അടയാളങ്ങളാണ്. ആകാശത്തുനിന്ന് നോക്കിയാൽ ഒരു കൃത്യമായ പ്ലാനിംഗ് അനുസരിച്ച് നിർമ്മിച്ച ഈ ക്ഷേത്രസമുച്ചയം ഒരു വിമാനം പോലെ തോന്നിപ്പിക്കും. ആധുനിക എഞ്ചിനീയറിംഗ് വിദ്യകളൊന്നുമില്ലാതിരുന്ന കാലത്ത് ഒരു ജനത എങ്ങനെ ഇത് സാധ്യമാക്കി? അന്യഗ്രഹ ജീവികളാണോ അതോ നമ്മുടെ പൂർവികർക്ക് മാത്രം അറിയാമായിരുന്ന ഏതെങ്കിലും രഹസ്യവിദ്യയാണോ ഇതിനു പിന്നിൽ? ഇതിനെല്ലാം ഉപരിയായി വ്യത്യസ്ത മതവിശ്വാസികൾ ഒരേ മലനിരകളിൽ സൗഹാർദ്ദത്തോടെ തങ്ങളുടെ ദൈവങ്ങളെ കുടിയിരുത്തിയെന്നത് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. എല്ലോഹരിലെ ഓരോ ശില്പവും ഓരോ മിടിപ്പാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ പണിയെടുത്ത ആ ശില്പികളുടെ വിയർപ്പിന്റെയും പ്രാർത്ഥനയുടെയും ഗന്ധം ഇന്നും ആ ഗുഹകളിൽ തങ്ങി നിൽക്കുന്നു. നമ്മളവിടെ നിൽക്കുമ്പോൾ ആ കല്ലുകൾ നമ്മളോട് മന്ത്രിക്കുന്നത് ഇതാണ്: ഭാവനയ്ക്കതിരുകളില്ല, അധ്വാനത്തിന് അസാധ്യമായി ഒന്നുമില്ല. എല്ലോറയിലെ ഈ കല്ലുകൾ നമ്മളോട് പറയുന്നത് പൗരാണിക ഇന്ത്യയുടെ വിജ്ഞാനത്തെക്കുറിച്ചാണ്. സാങ്കേതിക വിദ്യയേക്കാൾ വലുത് മനുഷ്യന്റെ ഭാവനയാണെന്ന് ഈ വിസ്മയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ഓഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ചരിത്ര രഹസ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.